ഞാൻ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻ ഉംബറയുടെ ഇൻസ്ക്രിപ്ഷൻ തന്നെയാണ്. അത് ഹിജാസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ആ ഏരിയയിൽ നിന്ന് കണ്ടെടുത്തു. അതായത് സൗദിയിൽ ഉള്ള ആ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ്. ആ ഇൻസ്ക്രിപ്ഷൻ അവിടെ പറയുന്ന അദ്ദേഹം എന്താ ബ്രദർ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, കൺഫേം ചെയ്യാൻ പറ്റും. ഉംബുറൈ തന്നെയാണ്. എന്തോന്ന് ഉംബുറൈവ തന്നെയാണ്. സ്പെല്ലിംഗ് ഒന്ന് ഉംബുറൈവ ചെയ്യാമോ? തന്നെയാണ്. ഒന്ന് നിങ്ങൾ കാണിച്ച അതേ ഇൻസ്ക്രിപ്ഷൻ ഉംബറൈവ. ഇൻസ്ക്രിപ്ഷൻ ഉംബറൈവ മറ്റേ ഉംബുറൈവ. ബുറൈറ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ ബ്രദറെ? ബിസ്മിക അല്ലാഹുമ്മ അന അബ്ദുൽ ഷാംസ് ബർ അൽ മുഗറ യസ്തിഗ്ഫർ റബ്ബാലമീൻ. യെസ്, ഇറ്റ്സ് എ മോണോതീസ്റ്റിക് കോൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. അതെങ്ങനെ ആണ് റബ്ബിന. ഈ റബ്ബിനെ എവിടെയൊക്കെയാ നമ്മൾ കണ്ടത്? എന്തുവാ അതിന്റെ അർത്ഥം ഒന്ന് പറയാമോ ബ്രദറിന്? എന്താ? സൺ ഓഫ് സംബഡി സീക്കിംഗ്. ബിസ്മിക അല്ലാഹുമ്മ എന്ന് വെച്ചാൽ ഓ അല്ലാഹ് നിന്റെ നാമത്തിൽ. അബ്ദുൽ ഷംസ് ബർ അൽ മുഗ്ര, അബ്ദുൽ ഷംസിന്റെ മകനായ അൽ മുഗ്ര യസ്തഗ്ഫിർ റബ്ബഹു, എൻ്റെ റബ്ബിനോട്, എൻ്റെ കർത്താവിനോട്, എൻ്റെ റബ്ബിനോട് എന്താ പറയുക, ക്ഷമ തേടുന്നു, പാപമോചനം തേടുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ സെബസ്ത്യാനൂസിൻ്റെ നാമത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന പോലെ അള്ളാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബിനോട് ഞാൻ പാപമോചനം തേടുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു എന്നല്ല. അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ, ഓ അള്ളാഹ് നിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു എന്നല്ല. അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ, ഓ അള്ളാഹ് ഞാൻ എൻ്റെ റബ്ബിനോട് പാപമോചനം. അപ്പോൾ അള്ളാഹുവിനെ നീ എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ റബ്ബിനെ എൻ്റെ റബ്ബെന്ന് ഫസ്റ്റ് പേഴ്സണിലും അള്ളാഹുവിനെ സെക്കൻഡ് പേഴ്സണിലും. അള്ളാഹുവിനോട് പറയാം, ഓ അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ റബ്ബിനോട് പാപമോചനം തേടുന്നു. അതെങ്ങനെയാണ് സഹോദര മോണോതീസ്റ്റിക് ആവുന്നത്? അതൊരു മോണോതീസ്റ്റിക് ആണെന്ന്. ഹി സീക്കിംഗ് ദി ഫോർഗിവ്നെസ് ഓഫ് ഹിസ് ലോർഡ്. ഒരു നിമിഷം ഇത് ക്രോസ് എക്സാമിനേഷൻ ആണ് പറയുന്നത്. പ്രധാനമായിട്ട് ഇതാണ് താങ്കൾ ഒരു ഇൻസ്ക്രിപ്ഷൻ പോലും, താങ്കൾ അവസാനം കൊണ്ടുവന്ന ഒരു എവിഡൻസ് പോലും ബറായ ഇൻസ്ക്രിപ്ഷനാണ്. ബറായ ഇൻസ്ക്രിപ്ഷൻ മോണോതീസ്റ്റിക് ആണെന്ന് താങ്കൾ പറയുന്നു. അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ആ ഇൻസ്ക്രിപ്ഷനകത്ത് പറയുന്ന ബിസ്മിക്ക അല്ലാഹുമ്മ, അള്ളാഹുവെ നിന്റെ നാമത്തിൽ, ഇൻ യോർ നെയിം. ബിസ്മിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ നാമത്തിൽ. അന അബ്ദുൽ ഷാംസ് ബർ അൽ മുഗ്ര, അബ്ദുൽ ഷാംസിന്റെ മകൻ അൽ മുഗ്രയുടെ മകനായ അബ്ദുൽ ഷാംസ് എന്ന ഞാൻ യസ്തഗ്ഫീർ റബ്ബഹു, എൻ്റെ കർത്താവിനോട് ഞാൻ പാപമോചനം, എൻ്റെ റബ്ബിനോട് ഞാൻ പാപമോചനം തേടുന്നു. അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബിനോട് ഞാൻ പാപമോചനം. അപ്പോൾ അള്ളാഹുവിനെ നീ എന്നും ഇദ്ദേഹത്തിൻ്റെ റബ്ബിനെ എൻ്റെ റബ്ബെന്നും പറയുമ്പോൾ ഇതിലെങ്ങനെയാണ് മോണോതീസ്റ്റിക് ആകുന്നത്? ഇവിടെ രണ്ടുപേര് വ്യക്തമായിട്ടുണ്ട്. അള്ളാഹു എന്ന് പറയുന്ന, അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ നിന്ന് അള്ളാഹുവിനെ നീ എന്ന് സെക്കൻഡ് പേഴ്സൺ വിളിക്കുന്ന ഈ അള്ളാഹുവും ഈ റബ്ബെന്ന് എൻ്റെ റബ്ബെന്ന് ഇദ്ദേഹം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ റബ്ബും രണ്ട് പേരല്ലേ? രണ്ട് ദൈവങ്ങളോട് ഒരു ദൈവത്തെ മധ്യസ്ഥത നിർത്തി മറ്റൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് സഹോദരൻ മോണോതീസ്റ്റിക് ആവുന്നത്? ഇത് മോണോതീസ്റ്റിക് ആണ് എന്ന് വാദിക്കുന്നത് ഞാനല്ല. മോണോതീസ്റ്റിക് ആണെന്ന് വാദിക്കുന്നയാള് ഈ പ്രശസ്തനായ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള അതെങ്ങനെ മോണോതീസ്റ്റാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മോണോതീസ്റ്റിക്? ഈ സ്റ്റേറ്റ്മെന്റ് മോണോതീസ്റ്റിക് താങ്കൾ എങ്ങനെ പറഞ്ഞാൽ താങ്കൾ ഒരു മോണോതീസ്റ്റ്? അഹമ്മദ് അൽ ജലാദിന്റെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്ത് പറയുന്നു എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് മോണോതീസ്റ്റിക് ആണോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആ സ്റ്റേറ്റ്മെന്റ് മോണോതീസ്റ്റിക് ആയിക്കൂടെ? അതെന്താണ് മോണോതീസ്റ്റിക് ആകാത്തത്? അല്ലാഹുവേ ഞാൻ എന്റെ റബ്ബിനോട് പാപമോചനം തേടുന്നു എന്ന് പറഞ്ഞത് അതെങ്ങനെയാ മോണോതീസ്റ്റിക് ആണെന്ന് ചോദിച്ചത്? ഓക്കെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൈവത്തോട് പാപമോചനം തേടുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ നീ കർത്താവെ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ ദൈവത്തോട് പാപമോചനം തേടുന്നു പറഞ്ഞാൽ കർത്താവും ദൈവം രണ്ടായില്ലോ? കർത്താവും ദൈവവും ഈ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പുത്ര ഈ പറയുന്ന ഇവർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവൊന്നും അല്ലല്ലോ പേഗൻ അറബ്സിനുള്ള. ഇത് പേഗനാണെന്ന് താങ്കളോട് ആരാ പറയുന്നത്? താങ്കൾ പറയുന്നത് ഈ പറയുന്ന മലേഷ്യൻ റിസർച്ച് സെന്ററിന്റെ ഡാറ്റ മാത്രമാണ്. മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് പേഗനാണെന്ന്? ക്രൈസ്തവ ഇൻസ്ക്രിപ്ഷൻസിനകത്ത് എല്ലാത്തിനകത്ത് ഇത് എങ്ങനെയാണ് പേഗൻ എന്നുള്ളതിന് കൃത്യമായ എവിഡൻസ് മലേഷ്യൻ റിസർച്ച് സെന്റർ അല്ല. അബ്ദുള്ള, ഞാനിപ്പോൾ എൻ്റെ പേപ്പർ എടുത്ത് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, താങ്കൾക്ക് കണ്ടോളൂ. ഇതാണ് എൻ്റെ പേപ്പർ. ഞാൻ കുറച്ചുകൂടെ വലുതാക്കി തരാം. ഇത് മലേഷ്യൻ റിസർച്ച് സെന്റർ എന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഇതിൻ്റെ റിസർച്ചേഴ്സ് ഇവരൊക്കെയാണ്. ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജിക്കൽ അബ്ദുള്ള സാദ് അൽ താനി,
ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, കുവൈറ്റ് യൂണിവേഴ്സിറ്റി, സബ അസ്ലം യൂണിവേഴ്സിറ്റി സിറ്റി കുവൈറ്റ്. രണ്ടാമത്തെ ആള് അജാബ് മുഹമ്മദ് അൽ ഖുത്തിബി, അദ്ദേഹത്തെ ഹെറിറ്റേജ് കമ്മീഷൻ കുവൈറ്റ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ, കിങ് അബ്ദുൽ അസീസ് ഹിസ്റ്റോറിക്കൽ സെന്റർ റിയാദ്. കുവൈറ്റിലെയും റിയാദിലെയും അറബിക്കിലെ അക്കാഡമിക് സ്കോളേഴ്സാണ് ഇത് കൺഫേം ചെയ്യുന്നത്. ഇതെല്ലാ രൂപമനുസരിച്ചിട്ടും ഇത് ഒരു പ്രീ ഇസ്ലാമിക് പേഗൻ അറബ്സിൻ്റെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതെങ്ങനെയാണ് സഹോദര താങ്കൾ പറഞ്ഞ മോണോതീസ്റ്റിക് ആവുന്നത്? ഏതൊരു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മോണോതീസ്റ്റിക് അല്ല. ഒന്നുകിൽ അത് മോണോതീസ്റ്റിക് ആണ് എന്നുള്ളതിന് എന്തെങ്കിലും ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എവിഡൻസ് വേണം. ഇനി അൽജല ഈ പറയുന്ന ഞാൻ പറയുന്നയാളുടെ ഈ പേപ്പറുകൾ അവിടെ ലഭ്യമാണ്. ഞാൻ എടുക്കാം അദ്ദേഹത്തിന്റെ പേപ്പറുകൾ. ഡോക്ടർ അഹമ്മദ് അൽ ജലാദ് എന്ന് പറയുന്ന ആളാണ് ഈ ഇതിനെപ്പറ്റി മോണോതീസ്റ്റിക് ആണെന്നുള്ളതിന് എന്ത് ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം വെക്കുന്നത്? അല്ല, അദ്ദേഹം എന്ത് പറയുന്നു എന്നല്ല, അദ്ദേഹം എന്ത് തെളിവ് അടിസ്ഥാനത്തിലാണ് ഇത് മോണോതീസ്റ്റിക് ആണ്, ആ തെളിവാണ് താങ്കൾ എടുക്കേണ്ടത്. അല്ലാതെ അയാൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെ എനിക്ക് ഈ രണ്ട് പണ്ഡിതം, താങ്കൾ ഒരു പണ്ഡിതം എടുത്തെങ്കിൽ രണ്ട് പണ്ഡിതം എടുത്തിക്കൂടെ? ഇവർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം. അങ്ങനെയല്ല, അദ്ദേഹം എന്ത് തെളിവാണ് പറഞ്ഞിട്ടുള്ളത് ആ തെളിവ് വെച്ച് താങ്കൾ ഇവിടെ സമർത്ഥിക്കുകയാണ് വേണ്ടത്. ഇന്നയാൾ കൊണ്ടുവന്ന ഇന്ന തെളിവ് പ്രകാരം ഇത് മോണോതീസ്റ്റിക് ആണ്. ഇതും എഴുത്തുമാനെല്ലാം എല്ലാവർക്കും വായിച്ചു നോക്കാവുന്ന കാര്യം. അള്ളാഹുവെ നിന്റെ നാമത്തിൽ അബ്ദുൽ ഷാംസായ ഞാൻ എൻ്റെ റബ്ബിനോട് പാപമോചനം തേടുന്നു. അതെങ്ങനെയാണ്? എന്റെ റബ്ബെന്ന് വിളിക്കുന്ന ആരെയാ? അത് അദ്ദേഹത്തിന്റെ റബ്ബിനെ. അള്ളാഹുവിനെ വിളിക്കുന്ന നീ എന്നാ, നിന്റെ അള്ളാഹുവെ നിന്റെ നാമത്തിൽ. ഇത് ഈ പറയുന്ന പ്രീ ഇസ്ലാമിക് എറയിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് മുഴുവൻ ഈ പറയുന്ന പോലെ ട്രിനിറ്റി വിശ്വസിക്കുന്നവരായിരുന്നു. നോൺ ട്രിനിറ്റേറിയൻസ് അല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവര് ഈ പറയുന്ന നല്ല സുറിയാനി ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു. ഇത് ട്രിനിറ്റേറിയൻ ഇൻസ്ക്രിപ്ഷൻ ആണെന്നുള്ളതിന് എന്താ എവിഡൻസ് ഉള്ളത്? ഇദ്ദേഹം ഇത് പറയുകയാണ് മോണോതീസ്റ്റിക് ഇൻസ്ക്രിപ്ഷൻ ആണ്. എന്ത് തെളിവാണ് ഹാജരാക്കുന്നതെന്ന് അല്ല അദ്ദേഹത്തിന് വായിത്തൊന്നും എന്തും പറയാം. അദ്ദേഹത്തിന് വേണേൽ പറയാം ഇത് ശിവനെ കുറിച്ചുള്ളതാണെന്ന് പറയാം. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. എന്ത് തെളിവാണ് അദ്ദേഹം ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇൻസ്ക്രിപ്ഷന്റെ രീതി, ഈ റബ്ബിനോട് പാപമോചനം തേടുക, ഓ അള്ളാഹുവെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോടൊക്കെ പാപമോചനം തേടുന്നുള്ള പേഗൻ അറബുകളുടെ രീതിയാണ്. അങ്ങനെ ഒത്തിരി ഇതെന്തുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഞാനല്ല. ഈ ഇൻസ്ക്രിപ്ഷനകത്ത് കൃത്യമായിട്ട് പറയുന്നതാണ്, സേ ഈസ് ഇൻ യുവർ നെയിം ഓ അല്ലാഹ് ഓ ഗോഡ് ആൻഡ് ദ ഗൈ കോൾഡ് സൺ ഓഫ് ഹൂ സീക്ക് ഫോർഗിവ്നെസ് of his Lord and the word of Lord being used. Like അവിടെ പറയുന്നത് യുസ്തഗ്ഫിർ റബ്ബഹു, എന്റെ റബ്ബിനോടെന്നാ പറയുന്നത്. അതാ പറഞ്ഞത്. അദ്ദേഹം ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് പറയുകയാണ്. അതായത് ഇയാളുടെ ദൈവത്തോട് ഈ പറയുന്ന പോലെ ഈ ഇൻസ്ക്രിപ്ഷൻ തെറ്റാന്ന് ഇവിടെ തന്നെ തെളിഞ്ഞില്ലേ? ഇവിടെ ഈ പറയുന്ന അദ്ദേഹം തേർഡ് പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. തേർഡ് പേഴ്സൺ ആയിട്ട് പറയണല്ലേ? അബ്ദുൽ ഷംസ് രണ്ട് ഡിഫറെന്റ് പേഴ്സണൽ ഈ ആർഗ്യുമെന്റ് വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഈ എഴുത്തിൽ എഴുതിയേക്കുന്ന എങ്ങനെ? അള്ളാഹുവേ നിന്റെ നാമത്തിൽ. അപ്പൊ അള്ളാഹു നിന്റെ നാമത്തിൽ അള്ളാഹു ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ? അയ്യോ, ഞാൻ പറഞ്ഞത് അദ്ദേഹം തേർഡ് പേഴ്സൺ ആയിട്ട് പറയുകയാണ്. അപ്പം ഇതിനകത്ത് ഇത് അതായത് ഈ പറയുന്ന വാക്ക് ഒരു ഹീബ്രു അരാമിക് ലിറ്റർജിയുടെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് ബഹുദൈവ വിശ്വാസമാണ്. ടൈം കഴിഞ്ഞു നമ്മള് 1 മിനിറ്റ് കൂടുതൽ പോയിട്ടുണ്ട്.